2026 അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇന്ത്യയുടെ 6ാമത്തെ അണ്ടർ-19 ലോകകപ്പ് കിരീടമാണിത്. ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈഭവ് സൂര്യവംശി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരാണ് ഭാരത് ടാക്സി. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹിയിലും ഗുജറാത്തിലുമാണ് ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷായാണ് 2021 സഹകരണ മന്ത്രാലയം ആരംഭിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുന്നത് എപ്പോഴും ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് അടുത്തിടെ നിരീക്ഷിച്ച സുപ്രീം കോടതി ബെഞ്ചിലെ അംഗങ്ങളാണ് ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും. നിയമപരമായി വിവാഹത്തിന് തടസ്സമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹ വാഗ്ദാനം ലംഘിച്ചുകൊണ്ടുള്ള ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ സ്ഥാപനത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചത് 2026 ഫെബ്രുവരിയിലാണ്. 2010 പ്രാഗിൽ വെച്ച് ഒപ്പിട്ട കരാർ 2011 ഫെബ്രുവരി 5 പ്രാബല്യത്തിൽ വന്നത്. ന്യൂ സ്റ്റാർട്ട് കരാർ നിലവിൽ വന്ന 2011 ഫെബ്രുവരി 5 ഈ കരാർ അവസാനിച്ചതോടെ 1972 ശേഷം ഇതാദ്യമായി ഇരു രാജ്യങ്ങളുടെയും ആണവായുധ ശേഖരത്തിന് നിയമപരമായ നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥ സംജാതമായി.